ഫുള്ള് ലോൺ ചെയ്യും. ബലേനോ ഇത് ഓട്ടം കുറവുള്ള ഡീസൽ എഞ്ചിനിലാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ഡെയിലി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കൂടുതൽ ഞാൻ കോമ്പസ് ആളുകളോട് എടുക്കാൻ വേണ്ടി പറയാനുള്ള കാരണം 20,000 രൂപേൻ്റെ അടുത്ത് ക്യാഷ് ബാക്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു വാഹനം നിങ്ങൾക്ക് ക്യാഷ് ബാക്കിൽ ചെറിയ മുടക്കിലുള്ള ഒരു വാഹനം വിത്ത് കമ്പനി സർവീസ് ഫുള്ള് ലോൺ ചെയ്യാം. 1,00,000 രൂപ വരെ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു നെക്സോൺ. അതെ, വീണ്ടും നമ്മൾ ഗംഭീരമായി നെട്ടിക്കാനുള്ള കിഡിലൻ ഓഫറുകളൊക്കെ ആയിട്ട് നമ്മൾ RB മോട്ടോഴ്സിലാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റത്തെ ഒരു കിഡിലൻ പാർട്ടാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ വിലക്കുറവിൽ ഏകദേശം നമുക്ക് 10 ലക്ഷത്തിന് താഴെ ക്രിസ്റ്റകളൊക്കെ ഉള്ള ഒരു പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഫുൾ ഓണിലും ക്യാഷ് ബാക്കിലൊക്കെ നല്ല കിഡിലൻ SUV നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള വീണ്ടും ഗംഭീര കളക്ഷന് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീണ്ടും സമീർക്ക് തന്നെയാണ് നമ്മുടെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത്. സമീർക്ക, നമ്മളെ ലൊക്കേഷൻ എന്നാണ് പറഞ്ഞാൽ നിങ്ങൾ? ഇത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് കറക്റ്റ് ലൊക്കേഷൻ. അത് ഒരുപാട് ആളുകൾക്ക് നമ്മളെ ഷോറൂം അറിയാം, അറിയാത്തവർക്കാണ് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ റോട്ടിൽ നിന്ന് പെരിന്തൽമണ്ണ റോഡിലോട്ട് പോകുമ്പോൾ 2 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ ഷോപ്പ് ഉള്ളത്. ഐവ റോഡിൻ്റെ തൊട്ട് ചാരി തന്നെയാണ്. അപ്പോൾ പ്ലാനുകളൊന്നും അല്ല മാപ്പുകളൊന്നും പാളാനില്ല. ആയിരുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, ഉള്ളിലോട്ട് കയറി പോകണം. അപ്പോൾ അതൊന്നുമില്ല, നമ്മൾ വിശാലമായ സൗകര്യമുണ്ട്. വണ്ടി വന്ന് കാണാനും അത് നിങ്ങൾക്ക് വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ട് ചെക്ക് ചെയ്യാനും അതിൻ്റെ എല്ലാ വണ്ടിയുടെയും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മാത്രമേ ഇവിടുന്ന് നല്ല ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും വണ്ടി എടുക്കാൻ പാടുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി വാഹനം ചെക്ക് ചെയ്തിട്ട് മാത്രം വാഹനങ്ങൾ എടുക്കുക, എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും. അപ്പോൾ നമ്മൾ ഫുൾ ഓണുകളും ക്യാഷ് ബാക്കുകളും നമ്മളെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ മാരുതിന്റെ ഒരു കിടലം SUV സ്റ്റാർട്ട് ചെയ്യാം. എസ്ക്രോസ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് രണ്ടും ഒരേ സ്ഥലത്ത് നിർത്താൻ കാരണം ഈ ഒരു വാഹനത്തിന്റെ ആ ജീപ്പ് കോമ്പസിന്റെ സെയിം എഞ്ചിനാണ്, മൾട്ടിജെറ്റ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് കൂടി വന്നിട്ടുള്ളത്. 1.6 വരുന്ന ആകെ വിരലെണ്ണാവുന്ന വണ്ടികളാണ് കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരു വണ്ടി ആൽഫ 2017 ലാസ്റ്റ് മോഡൽ വരുന്ന ആൽഫ ഏറ്റവും ടോപ്പ് വേരിയന്റ്. വേറെ ആക്സിഡന്റോ റീപ്ലേസോ മേജർ കാര്യം ഒന്നുമില്ല. കമ്പനിയിൽ നിന്ന് അല്ലാതെ ഒരു സർവീസും പോയിട്ടില്ല. എല്ലാ സർവീസും ഷോറൂമിൽ നിന്ന് ചെയ്തിട്ടില്ല. ഒരു ആൽഫ വേരിയന്റിൽ വരുന്ന ഒരു എസ്ക്രോസ് ആണ്. 17 ലാസ്റ്റ് ഡീസൽ എഞ്ചിൻ. ഇത് നമുക്ക് ഒരു 18ന്റെ മുകളിൽ 20ന്റെ അടുത്ത് മൈലേജും കിട്ടും. നമ്പറും ഫാൻസിയാണ്. ഇത് ന്യൂ ജനറേഷനിലോട്ട് ഇത് കൺവേർട്ട് ചെയ്തു കേട്ടോ. 17 ന്യൂ ജനറേഷൻ ആൽഫയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിലോട്ട് മാറ്റം വരുത്തിയിട്ടുമുണ്ട്. അതും ഷോറൂമിൽ തന്നെ കേട്ടോ, പുറത്തുനിന്നല്ല, ഷോറൂമിൽ തന്നെയാണ്. 6.25 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് വണ്ടി തരാൻ പറ്റും. ബെസ്റ്റ് ഓഫർ പ്രൈസ്. അതും 1.6 ഡീസൽ എഞ്ചിന് ആൽഫ. ലോൺ നമുക്ക് ഫുള്ള് ലോൺ ചെയ്യാം. ഇനി സിബിൽ കുറവുള്ള കസ്റ്റമറാണ് ഒരു 75,000 രൂപ തന്നു കഴിഞ്ഞാൽ ബാക്കി ഒരു 6 ലക്ഷം രൂപ കൺഫേം ആയിട്ട് ലോൺ ചെയ്യാം. നമുക്കൊരു ജീപ്പ് കോമ്പസ്, അതെ, സെയിം ഡുവൽ ജെറ്റ് എഞ്ചിൻ, മൾട്ടിജെറ്റ് എഞ്ചിൻ ആവുമ്പോൾ പേടിയേ വേണ്ട. അതായത് എഞ്ചിൻ സംബന്ധമായിട്ട് നിങ്ങൾക്ക് വേറെ മൾട്ടിജെറ്റിന്റെ തികഞ്ഞ എഞ്ചിനാണ്. അത്രയും പക്കയാണ് പറയാൻ പറ്റുന്ന ഒരു കിഡ്ലൻ. ഏറ്റവും കൂടുതൽ ഞാൻ കോമ്പസ് ആളുകളോട് എടുക്കാൻ വേണ്ടി പറയാനുള്ള കാരണം ലോങ് ഡ്രൈവിൽ നമുക്ക് എത്ര പിടിച്ചാലും ഒരു കുലുക്കം ഉള്ളിലോട്ട് പറ്റൂല. അത്രയും പക്കായിട്ട് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ബോഡി വെയിറ്റുമാണ്, അത്രയും സ്റ്റെബിലിറ്റിയാണ്. വണ്ടി നിങ്ങൾക്ക് എങ്ങനെ ഓടിച്ചാലും ആ ഒരു കംഫർട്ട് വേറെ ഏത് വണ്ടിയിലും കിട്ടില്ല എന്നുള്ള ഒരു ഇതാണ്. എന്നുവെച്ചാൽ നമുക്ക് അത്രയും ബോഡി വെയിറ്റ് ഉള്ള ഈ ഒരു സെഗ്മെന്റിൽ വേറെ വണ്ടികളില്ല. അപ്പോൾ നെക്സോണ് നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ ആ ഒരു കിട്ടുന്നില്ല. നമുക്കിപ്പോൾ ഈ വാഹനം ലോങ് ഡ്രൈവിൽ ഉപയോഗിച്ചത് കാരണം അത്രയും ഇതുള്ളതോട് പറയാം. മൈലേജ് ആണെങ്കിലും ഒരു 17-18 മൈലേജും കിട്ടും, സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇത് 17 ലാസ്റ്റ് മോഡൽ വരുന്ന ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. ലിമിറ്റഡിന്റെ തൊട്ട് താഴെ ഇത് നമ്മൾ ലിമിറ്റഡ് ഓപ്ഷൻ നമ്മളെടുത്തുണ്ട്. വൈറ്റ് കളറ് കാണിച്ചു തരാം. ഇത് 10.5 ലക്ഷം രൂപക്ക് തരാൻ പറ്റും. 10 ലക്ഷം ബെസ്റ്റ് പ്രൈസിന് 10.5 ലക്ഷം രൂപക്ക് ജീപ്പ് കോമ്പസ് കേരള വണ്ടി, അതും സെക്കൻഡ് ഓണർ, 1,09,000 കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് ഫുള്ള് ലോൺ ചെയ്യാം. ഗംഭീര ഓഫർ പ്രൈസ് 10.5 ലക്ഷം രൂപക്ക്. ഒരു വൈറ്റ് 11.5 ലക്ഷം രൂപക്ക് ഇതും കൊടുക്കാം. അത് ഡുവൽ ടൂണ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ളതാണ്. ഒരൊറ്റ സർവീസ് പോലും ഡ്യൂവും പോയിട്ടില്ല, ഒറ്റ സർവീസ് പോലും പെൻഡിങ്ങും ഇല്ല. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ ഒക്കെ വരുന്ന കമ്പനി സർവീസ് മാത്രം വരുന്ന ടോപ്പ് എൻഡ് മോഡലുമാണ്. ഓക്കെ, ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്, വെൽ മെയിൻറ്റൈൻഡ്. നമുക്ക് അത്രയും 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. ഇത് ലിമിറ്റഡ് ഓപ്ഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഡുവൽ ടൂണിൽ എക്സ്ട്രാ വരുന്ന കമ്പനി തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ അടിപൊളി ലെതർ സീറ്റ് കവർ വരും. മറ്റേനും
ബട്ടൺ സ്റ്റാർട്ടും അലേവിയിലും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷനലിലും ഇത് ലോഞ്ചിറ്റ്യൂഡ് അതിൻ്റെ താഴെ ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ താഴെയാണ് സ്പോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്നിപ്പോൾ ഈ വാഹനം 11.5 ലക്ഷം രൂപ കൊടുക്കുക, ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു നെക്സോൺ ലാസ്റ്റ് പാർട്ടിൽ നമ്മളൊരു കിട്ടില്ല ഡീസൽ വണ്ടി പരിചയപ്പെട്ടിരുന്നു. ഇത് ഡീസൽ തന്നെയാണ് വരുന്നത്. ഇത് പെട്രോളാണ്. പെട്രോളാണ്. 18 റേഷ്യർ വരുന്ന നെക്സോൺ ഏറ്റവും ടോപ്പ് എൻ്റെ എക്സെഡ് പ്ലസ് വണ്ടി. 2018 17 റേഷ്യർ വരുന്ന എക്സെഡ് പ്ലസ് എന്നുള്ള ഒരു വേരിയന്റിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ടോപ്പ് എൻ്റെ. ഈ ഒരു വാഹനം നമുക്ക് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ. 5.5 ലക്ഷം രൂപയിൽ 5.5 ലക്ഷം ലോൺ ചെയ്യും. അപ്പോൾ ഫുൾ ലോണിൽ ചെയ്യാൻ ഫുൾ ലോൺ 5.5 ലക്ഷം അല്ല 6.5 ലക്ഷം വരെ ലോൺ ചെയ്യാം. 1 ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു നെക്സോൺ ഫുള്ളോട് വണ്ടി അല്ലേ? അതെ. ദെൻ നമുക്ക് എത്തിയോസ് ഇല്ല, എത്തിയോസ് നമുക്ക് ഡീസലാണ്. 2013 റേഷ്യർ ഉണ്ട്, 12 മോഡലാണ്, സെക്കൻഡ് ഓണർ ആണ്. ഇതിപ്പോ അവിടെ ഫസ്റ്റ് ഓണർ കയ്യിൽ നിന്ന് വാങ്ങിച്ച വാഹനമാണ്. ഇപ്പൊ നിലവിൽ 1,28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഈ ഒരു വാഹനം 3.40 കൊടുക്കാൻ പറ്റും. 3.40 ലോണ് നമുക്ക് ലോൺ ഏകദേശം ഒരു 2.5-2.25 അടുത്ത് ലോൺ ചെയ്യാം. ഇത് നമുക്കൊരു കിഡ്ലൻ WRV ആണ്. നമുക്ക് കേൾട്ടൻ BD 124 അല്ല കിഡ്ലൻ നമ്പർ അടക്കം വരുന്ന സൺറൂഫ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ടോപ്പ് ആൻഡ് കിലോമീറ്റർ കുറഞ്ഞ ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. ഓക്കെ. 2019 ലാസ്റ്റ് കൺട്രോൾ സൺറൂഫ് ഡീസൽ വണ്ടിയാണ്. സോ മൈലേജ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഇല്ല, മൈലേജ് നിങ്ങൾക്ക് 24 കിലോമീറ്റർ കൺഫേം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം തപ്പി നടക്കുന്നത്. മെയിൻ്റെനൻസ് ആവറേജിൽ വളരെ മെയിൻ്റെനൻസ് കുറവാണ്. നമ്മളൊരു പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ കൊണ്ടുനടക്കാൻ പറ്റും. ഈ ഹോണ്ട എടുക്കുമ്പോഴുള്ള ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ചാൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഡീസലിൽ ഒരിക്കലും പിശുക്കത്തരം കാട്ടാൻ പാടില്ല. ഡീസൽ ഒരു ഹാഫ് ടാങ്ക് കളിച്ചില്ല. ഒന്ന്. രണ്ടാമത് നമ്മൾ ഇതിൻ്റെയൊക്കെ ഓയിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് ഒറിജിനാലിറ്റി ഉള്ള ഓയിൽ മാത്രം യൂസ് ചെയ്യുക. മൂന്നാമത്തെ ഒരു കാര്യം, ഇതിന് പാക്കിങ് വരുന്നില്ല. അത് എൻജിൻ്റെ ഭാഗത്തുള്ള പാക്കിങ്ങുകൾ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യം 1 ലക്ഷം കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്ത് ചേഞ്ച് ചെയ്ത് അത് വീണ്ടും അതിന് പഴയ ഒരു കണ്ടീഷനിലോട്ട് ആ രീതിയിൽ കൊണ്ടുനടക്കാം. ലീക്കുള്ള രീതിയിൽ കൊണ്ടുനടക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഈ ഒരു വാഹനം നമുക്ക് വെറും 70,000 കിലോമീറ്റർ ഓടിയ 19 മോഡൽ വരുന്ന സിംഗിൾ ഓണർ വാഹനമാണ്. പമ്പർ റീപ്ലേസ് ഉണ്ട്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് 7,99,000 രൂപ കൊടുക്കുക ഫൈനൽ. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓണും ചെയ്യാം. 8,50,000 വരെ ലോണും കിട്ടും നിങ്ങൾക്ക്. ഫുള്ള് ലോണും ചെയ്യാം. ഇത് നമുക്കൊരു ചെറുവാഹനമാണ് 800 അല്ലേ? ഇടയിൽ നമുക്ക് സാധാരണക്കാരന് 800 ആണ്. അപ്പൊ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഈ അൾട്ടോ വരുന്നത് 2020 ലാസ്റ്റ് ആണ്. 20 ലാസ്റ്റ് മോഡൽ വരും. VXI ഡുവൽ സൈഡ് എയർ ബാഗ് കമ്പനി വരും. BS6 വണ്ടിയാണ്. BS6 എഞ്ചിനാണ് വരിക. 20 ലാസ്റ്റ് വരുന്ന ഈ ഒരു ആകെ ഹൈലൈറ്റ് 28,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടി. ലോ കിലോമീറ്റർ വണ്ടിയാണ്. കമ്പനി ടയർ ഇപ്പോൾ ഫ്രണ്ട് ടയർ മാറാനായിട്ടുണ്ട്, നമ്മൾ മാറ്റി തരും. ഫ്രണ്ട് 2 ടയർ പുതിയ ഇട്ട് തരും. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ആക്സിഡന്റോ ഫ്ലഡോ ഒരു റീപ്ലേസും വണ്ടിയിലില്ല. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? 3,40,000 രൂപ ഫൈൻ കൊടുക്കാം. 3.45 അല്ലേ? ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 3,40,000 രൂപയിൽ 3,60,000 വരെ ലോൺ ചെയ്തെടുക്കാം. 10,000 രൂപ ക്യാഷ് ബാക്കിൽ വണ്ടി ഇറക്കാം. ഒരു 10,000-20,000 രൂപയുടെ അടുത്ത് ക്യാഷ് ബാക്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു വാഹനം നിങ്ങൾക്ക് ക്യാഷ് ബാക്കിൽ ചെറിയ മുടക്കിലുള്ള ഒരു വാഹനം നമുക്ക് ഇറക്കാം. ഇത് നമുക്കൊരു മാരുതി സുസുക്കി ബലേനോ. ഇത് ഓട്ടം കുറവുള്ള ഡീസൽ എഞ്ചിനുള്ള വാഹനം. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ഡെയിലി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 2016 റേഷ്യർ 15 മോഡൽ വരുന്ന വാഹനമാണ്. 68,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് ഉണ്ട്. ആൽഫ വേരിയന്റ് ആണ്. ആൽഫ വേരിയന്റ് അറിയുമ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റാണ്. ഇതിന് ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആയിട്ടുള്ള ക്രോസ് പമ്പർ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഹിസ്റ്ററി ഷോറൂമിലുണ്ട്. സിംഗിൾ ഓണർഷിപ്പുള്ള ഈ ഒരു 68,000 കിലോമീറ്റർ ഓടിയ ഡീസലില് മാനുവലില് ഫുൾ ഓപ്ഷൻ ആൽഫ നിങ്ങളുടെ റേറ്റ് വന്നുള്ളത് 5,60,000 രൂപ. 5,60,000. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു 5.5 ലക്ഷത്തിന്റെ ഉള്ളിൽ ഒരു 5.30 വരെ നമുക്ക് ലോൺ ചെയ്യാം. ഒരു 10,20,000 രൂപ ഉണ്ടെങ്കിൽ ലോ കിലോമീറ്റർ ഒരു ഡീസൽ വണ്ടി കൊണ്ടുവെക്കാൻ പറ്റും. നമുക്കൊരു മാരുതി സുസുക്കി ഡിസയർ അല്ലേ? ഈ ഡിസയർ ഓട്ടോമാറ്റിക് നമ്മുടെ അടുത്തുണ്ട്. ഇവിടെ ഇത് മാനുവലാണ്. ഇത് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. ഇത് നമുക്ക് വരുന്നത് 2019 ലാസ്റ്റ് റേഷ്യർ വരുന്ന 18 മാനുഫാക്ചർ വരുന്ന വാഹനമാണ്. അത്
27,000 കിലോമീറ്ററാണ് വാഹനം ഓടിയത്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. കിലോമീറ്റർ ഉണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല അത്യാവശ്യം പ്രീമിയം ലെവലിൽ തന്നെ പക്ക മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടു നടന്നിട്ടുള്ള ഒരു കിലോമീറ്റർ വണ്ടി ഫുൾ ഓണിൽ കിട്ടണമെങ്കിൽ നേരെ വന്നോളൂ. 6 ലക്ഷം രൂപ IDV ഇൻഷുറൻസ് അടക്കമുണ്ട്. ലോ കിലോമീറ്റർ 19 രജിസ്റ്റർ വരുന്ന 27,000 കിലോമീറ്റർ ഓടിയ VXI ഓപ്ഷൻ വരുന്ന ഈ ഒരു വാഹനം 6,20,000 ആണ്. 6 ലക്ഷം രൂപക്ക് ഫയൽ കൊടുക്കാൻ പറ്റും. ലോൺ നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് നമുക്ക് 2017 ലാസ്റ്റ് ZXi പ്ലസ് 80 നല്ല പെർഫോമൻസ് ഉണ്ടാവും. ഫുൾ കമ്പനി സർവീസും ആണ്. അപാകതകൾ, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും വണ്ടിയിലില്ല. ഡയമണ്ട് കട്ട് വീല്, പ്രൊജക്ടർ, ഹെഡ്ലാമ്പ്, അടിപൊളി കളറും ആണ് ഇത്. നല്ല പ്രീമിയം കളറും ആണ്. എക്കാലത്ത് നമുക്ക് ഈ ഒരു കളർ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്റീരിയർ ആണെങ്കിലും ഔട്ട് സൈഡ് ആണെങ്കിലും നല്ല പ്രീമിയം ലുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് വന്നിട്ടുള്ള വില 6,40,000 രൂപ. 6,40,000. നമുക്ക് ലോൺ എത്ര ഫുൾ ലോൺ ചെയ്യും. ഇതും ഫുൾ ലോണിലാണ്. ഓട്ടോമാറ്റിക് വണ്ടി. ഇനിയിപ്പോ നിസാന്റെ 2 സണ്ണി നമ്മളെടുത്തുണ്ട്. ഒരു ഡീസൽ വണ്ടി വേണ്ടവർക്ക് 3,25,000 രൂപക്ക് 15 രജിസ്റ്റർ വരുന്ന 14 വണ്ടി കൊടുക്കാൻ പറ്റും. 3,25,000 രൂപക്ക്. അതിൽ നിങ്ങൾക്ക് ഒരു 2.5-2.25 അടുത്ത് ലോണും കിട്ടും. 10-40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. അതും XV പ്രീമിയം ആണ്. ഫുൾ ഓപ്ഷൻ വരുന്ന ബട്ടൺ സ്റ്റാർട്ട്, അലോയ് ബാക്ക് സ്പേസ് ഒക്കെ നല്ല സ്പേസ് ആണ്. അത് ലോങ് ഡ്രൈവിലൊക്കെ നമുക്ക് നല്ല യൂസബിൾ ആയിട്ട് ഉപയോഗിക്കാം. അത്രയും സ്പേസ് ഉണ്ടാവും വണ്ടിയിൽ. നല്ല സ്പേസ് റിയറിലും നല്ല സ്പേസ് വരുന്ന വണ്ടിയാണ്. നല്ല മൈലേജും കിട്ടും, പെർഫോമൻസും ഉണ്ടാവൂല. ഇത് നമുക്ക് ഞാനൊരു കളർ ചേഞ്ച് ഇല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2013 ലാസ്റ്റ് വരുന്ന ആകെ 68,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് 97,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 68,000 കിലോമീറ്റർ ഓടിയ വണ്ടി സിംഗിൾ ഓണർ. ഈ ഒരു വാഹനം നമുക്ക് 3 ലക്ഷം രൂപയാണ് നമ്മൾ ആവശ്യപ്പെട്ടുള്ളത്. 2,90,000 ഫൈനൽ കൊടുക്കാൻ പറ്റും. 2,90,000 അല്ലേ? ഇത് ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതും 2-2.5-2.5 ഉള്ളിൽ നമുക്ക് ലോൺ ചെയ്യാം. ഒരു കിഡ് കൂടി ഉണ്ട്, ഒരു ചെറുവണ്ടി വീണ്ടും ഓട്ടോമാറ്റിക്. ഇതെങ്ങനെയായിരുന്നു നമുക്ക്? 2017 ലാസ്റ്റ് 55,000 കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ RXL വരുന്നതാണ്. 1 ലിറ്റർ എഞ്ചിനില്ലേ? ഇതൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വന്നിട്ടുള്ളത് 3,25,000 രൂപ. 3,25,000 ഓട്ടോമാറ്റിക് ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ തവണ നമുക്ക് ഇനി പിന്നെ വീണ്ടും നമുക്കൊരു വെൻഡോ ഉണ്ട്. ഡിസൈറുകള് പെട്രോളും ഡീസലും ഒക്കെ നമ്മുടെ കയ്യിൽ 7 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളൊരു വെൻഡോ കൂടി കാണിച്ചുതരാം. എങ്ങനെയായിരുന്നു? ഹൈലൈൻ പ്ലസ് 2014 ലാസ്റ്റ് വരുന്നത് സിംഗിൾ ഓണർ ആണ്. ഇപ്പൊ നമ്മളെ പേരിലോട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഇപ്പൊ ഹൈലൈൻ ആകുമ്പോൾ നിങ്ങൾക്ക് എയർ ബാഗ്, ABS, അലോയ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്നതാണ്. നിലവില് കംപ്ലൈൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഉള്ളും കാര്യങ്ങളൊക്കെ നല്ല എക്സ്ട്രാ നീറ്റ് കണ്ടീഷനിലെ വാഹനമാണ്. 1,00,000 കിലോമീറ്റർ കറക്റ്റ് ഓടിയിട്ടുള്ളത്. കറക്റ്റ് 1,569 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ റേറ്റ് 380 നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സിയാസ്, ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2016 ലാസ്റ്റ് ഡീസൽ വണ്ടി, ഡീസലില് ഹൈബ്രിഡ് എഞ്ചിൻ. സോ നല്ല മൈലേജും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. ഇത് VDI ഓപ്ഷനിലായതുകൊണ്ട് തന്നെ ഡുവൽ എയർ ബാഗും കാര്യങ്ങളും അതും വരും. വണ്ടിയിൽ ഇന്റീരിയർ ആണെങ്കിലും ഔട്ട് സൈഡ് ആണെങ്കിലും നല്ല ലുക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഇപ്പോൾ നിലവിൽ റേറ്റ് വന്നുള്ളത് 5,90,000 വണ്ടിയുടെ റേറ്റ്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോൺ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ളോണും ചെയ്യാലോ. വീണ്ടും നമുക്കൊരു സണ്ണി കൂടി വരുന്നുണ്ട്. 13 ഡീസൽ സണ്ണി. നമ്മൾ നേരത്തെ പെട്രോള് ഇതിന്റെ പഴയ ഷേപ്പിൽ കണ്ടിരുന്നു. 68,000 ഓടിയത്. ഇത് 99, 1,00,000 താഴെ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഇത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ. വണ്ടിയുടെ റേറ്റ് 2,80,000 കൊടുക്കാം. 2,80,000 ലോൺ നമുക്ക് ഏകദേശം 2,00,000 മുകളിൽ ലോൺ ചെയ്ത് കൊടുക്കാം. 2,00,000 മുകളിൽ ലോണും ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇത് തന്നെയാണ്. നമ്മുടെ കാര്യങ്ങളും മൈലേജും ഉണ്ട്. 22-23 കിലോമീറ്റർ മൈലേജും കിട്ടും. നല്ല അടിപൊളി സ്പേസും ഉണ്ടാവും. അതിനിടയിൽ നമുക്ക് 2 ഡിസൈർ കൂടി ഉണ്ട്. അതെ. ഇതാണ് വീണ്ടും നമ്മൾ നേരത്തെ കണ്ട അതേ സെയിം കളറിൽ. ഇത് മാനുവൽ. അതിന്റെ സെയിം ഫുൾ ഓപ്ഷനിൽ ടോപ്പ് വേരിയന്റിൽ മാനുവലിൽ വരുന്ന ഡിസൈർ ആണ്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2017 ലാസ്റ്റ് 18 രജിസ്റ്റർ വരുന്നത്. 17 ലാസ്റ്റ് തന്നെയാണ്. 5,90,000 ഇതിൽ ചോദിച്ചിട്ടുള്ളത്. പ്രൊജക്ടർ, ലാമ്പ്, DRL കാര്യങ്ങളൊക്കെ വരുന്നത്. മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും വണ്ടിയിലില്ല.
ഈ ഫൈനൽ ആയിട്ട് നമുക്ക് 5.25 കൊടുക്കാൻ പറ്റും. 5.25 ഫുൾ ഓൺ ചെയ്യാം. ഫുള്ള് ലോൺ ചെയ്യാം. 2017 ലാസ്റ്റ് ZXi പ്ലസ് വരുന്ന വണ്ടി. വീണ്ടും അതിന്റെ ഒരു കളർ ചേഞ്ച്. ഇത് ZXi വരുന്നതാണ്. അതും ബട്ടൺ സ്റ്റാർട്ടും അലൈവിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഉണ്ടാവില്ല. ഓക്കെ. ഒരു വാഹനം നമുക്ക് ഇതും 5.25 നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. 5.25 2017 ലാസ്റ്റ് ബട്ടൺ സ്റ്റാർട്ടും അലൈവില് എയർ ബാഗ് ABS സ്റ്റാൻഡിങ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ ZXi വരുന്ന ഈ ഒരു വാഹനമാണ് 5.25 നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഫുൾ ഓൺ ചെയ്യാം. അടുത്ത് ബലാന അല്ലേ? ഡീസൽ ബലാനോയും ഫുൾ ഓൺ ആണ്, വെർണയും ഫുൾ ഓൺ ആണ്, ഇതും ഫുൾ ഓൺ ആണ്. ഈ 3 വണ്ടിയും ചിലപ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടിയാണ്. ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് ഒരു 25,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. ഈ ഒരു വാഹനത്തിൽ നമുക്കൊരു 1 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കിട്ടും. ഈ ഒരു വാഹനത്തിൽ ഒരു 10-25,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. ഇത് 20 മോഡല് ആൽഫ 17 ലാസ്റ്റ് മോഡല് ആൽഫ വരുന്ന ഡീസൽ എഞ്ചിനിൽ ബലേനോ. ഡീസൽ ബലേനോ ആൽഫ. അപ്പോൾ മൈലേജും ഡെയിലി യൂസിനും വണ്ടി നോക്കുന്നവർക്ക് അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതും കിഡിലും റയർ ആയിട്ടുള്ള ഒരു കളറുമാണ്. നല്ലൊരു അട്രാക്റ്റീവായ കളർ. ആൽഫ ആകുമ്പോൾ നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ. അതായത് ഈ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുമ്പോൾ തന്നെ വണ്ടിക്ക് ഒരു മാറ്റാണ്. അത്രയും പക്കായിട്ട് DRL കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലേ. ഈ ഒരു വാഹനം നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം കേട്ടോ. 6 ലക്ഷം രൂപ 25,000 രൂപ 25,000 രൂപ ക്യാഷ് ബാക്കും കൊടുക്കാം. 6.25 വരെ ലോണും കിട്ടും. നമുക്കൊരു ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് 1.6 6 എയർ ബാഗ് ബട്ടൺ സ്റ്റാർട്ട് ഇതൊക്കെ കമ്പനി തന്നെ വരുന്ന ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഡോക്ടർ ഓണർ വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് 6 ലക്ഷം രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 6 ലക്ഷം രൂപ ഫുൾ ഓൺ ക്യാഷ് ബാക്ക്. 7,40,000 വരെ ലോണും ചെയ്യാം. അപ്പോൾ 1 ലക്ഷത്തിന് പുറമെ നമുക്ക് ക്യാഷ് ബാക്ക് അല്ലേ. അതായത് നമുക്ക് വീണ്ടും ഒരു പഴയ മോഡൽ ഓൾട്ടോ നോക്കുന്നവർക്ക് വൈറ്റ് നല്ല കിട്ടാൻ പറ്റും. LXi 2012 ലാസ്റ്റ് വരുന്ന വണ്ടിയാണിത്. LXi ആണ്. 85,000 ഓടിയിട്ടുണ്ട്. നിലവിൽ ഫുള്ളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിലുള്ള വാഹനമാണ്. നമുക്ക് 1.49 കൊടുക്കാം. 1.49 12 ലാസ്റ്റ് വരുന്നത് ഒരു വാഗനർ. ഈ ഒരു വാഗനർ ഇതും നമ്മൾ അൾട്ടോയും വാഗനറും അൾട്ടോ കേട്ടനും വാഗനറും സെയിം എഞ്ചിനാണ്. K സീരീസ് എഞ്ചിനാണ്. ഈ സാധാരണ അൾട്ടോക്ക് 800 cc ആണ് വരിക. ഈ വാഗനറിൽ 1000 cc ആണ് വരിക. അതേപോലെ തന്നെയാണ് കേട്ടണിലും 1000 cc ആണ് വരിക. 11 കേട്ടനാണ് 1.55. ഇനി 11 സാധാ വാഗനർ ഇതേ എഞ്ചിൻ വരുന്ന K സീരീസ് എഞ്ചിൻ വരുന്ന വാഗനർ നമ്മളെ കയ്യിലുണ്ട്. പുതിയ പേപ്പർ എടുത്തത്. ഇത് 2015 ലാസ്റ്റ് വരുന്ന സിംഗിൾ ഓണർ വണ്ടി. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റിന് തട്ടി വന്നിട്ട് മാറിയതാണ്. 2015 സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു വാഹനത്തിന് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് ആകെ 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ ഫുൾ ഓണും ചെയ്യാം. ഒരു വലിയൊരു വണ്ടി 1.6 XX ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ടോപ്പിൽ സീറ്റിലടക്കം വെന്റിലേഷൻ അതുപോലെ തന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനം. ഈ ഒരു വാഹനം നമുക്ക് 9.25 ലക്ഷം രൂപ കൊടുക്കാം. 9.25 ലക്ഷം രൂപ ഫുള്ള് ലോണും ചെയ്തെടുക്കാം. ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മൾ RB മോട്ടോഴ്സിലായിരുന്നു. 3 പാർട്ടും ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. SUV-കളാകട്ടെ, ചെറുവാഹനങ്ങളാകട്ടെ, മിഡ് റേഞ്ച് വാങ്ങൽ, പ്രീമിയം വാഹനങ്ങൾ എല്ലാം നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിലും ഫുൾ ലോണിലും കൊണ്ടുപോകാം. ഇന്നോവ ക്രിസ്റ്റൊക്കെ നോക്കുന്നവർ നല്ലൊരു ബെസ്റ്റ് കളക്ഷൻസ് ഏറ്റവും മാക്സിമം 10 ലക്ഷം താഴേക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നവരെ വീണ്ടും കാണാം. സമീർ റിയാസ് സമീർ സൈനിങ് ഓഫ്.